അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, തീർച്ചയായും നാം നബിയെ താങ്കൾക്ക് ഹൗലുൽ കൗസർ നൽകി. ഫസല്ലി ലിറബ്ബിക വൻഹർ, നബിയെ അങ്ങ് താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയൊറുക്കുകയും ചെയ്യും. ബലിയൊറുക്കുന്നതിന് വിശുദ്ധ ഇസ്ലാമിൽ വളരെയധികം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിവുമുള്ള സാമ്പത്തികമായി പുരോഗതിയുള്ള എല്ലാവർക്കും ബലിയൊറുക്കൽ നിർബന്ധമാണ്. ആ ബലിയൊറുക്കുന്ന മൃഗം നാളെ പരലോകത്ത് അവനെ സ്വർഗത്തിലേക്ക് കയറ്റുന്നതാണ്. അതിൻ്റെ ഓരോ രോമങ്ങൾക്കും വളരെയധികം വണ്ണമായിട്ടുള്ള പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ ഉളുഹിയത്ത് അറുത്തത് കാഫിരീങ്ങൾക്ക് കൊടുക്കുവാൻ പാടുള്ളതല്ല, മുസ്ലിമീങ്ങൾക്കാണത് കൊടുക്കേണ്ടത്. ഫക്കീർ മിസ്കീനാണിത് കൊടുക്കേണ്ടത്. അങ്ങനെ വിശുദ്ധമായ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം 2 ഖുത്ബ നിർവഹിച്ചതിന് ശേഷവുമാണ് ഇത് നടപ്പാക്കേണ്ടത്. അങ്ങനെ നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. അങ്ങനെ ബലിപ്പെരുന്നാളിനെ നാം ആർഭാടങ്ങളില്ലാതെ ധൂർത്തില്ലാതെ അത്തിഉല്ലാഹ റസൂലഹു, അല്ലാഹും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുകയും അങ്ങനെ നാം നല്ല രീതിയിൽ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ആഘോഷിക്കുകയും അങ്ങനെ തഖ്വലില്ലാഹി മദാറു കുല്ലി സആദത്തി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.